സാമ്പത്തികമായ ചൂഷണത്തിനിരയാവുന്ന ആളുകൾ ഒരുപാടുണ്ട്. അതായത് ഒരിക്കൽ ഒരാൾ ഒരു കുഴിയിൽ പോയി വീണ് കഴിഞ്ഞാൽ നമ്മൾ ആ കുഴിയുടെ സൈഡിലൂടെയാണ് പോകാറില്ലേ. പക്ഷെ ചില ആളുകൾ അങ്ങനെയല്ല. എത്ര കണ്ടാലും എത്ര കേട്ടാലും എത്ര കൊണ്ടാലും പഠിക്കില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ അഭിരാമി സുരേഷ്, അമൃത സുരേഷിന്റെ അനുജത്തി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാൻ കേട്ടോ. ആ വീഡിയോയിൽ അവർക്ക് സംഭവിച്ച കുറെ കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. എന്ത് വാടെ ആരും ഒന്നും പഠിക്കാത്തേ. എല്ലാം കൊണ്ടും ആൻഡ് ഐ ഹാഡ് എ മേജർ മെന്റൽ ബ്രേക്ക് ഡൗൺ തന്നെ വേണമെങ്കിൽ പറയാം. ബട്ട് വട്ടായി പോയി അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമുക്ക് ചില സാഹചര്യങ്ങൾ വരുമ്പോഴത്തേക്കും അത് ഫേസ് ചെയ്യാനുള്ള സ്ട്രെങ്ത് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര ആൻറ്റി സോഷ്യൽ ആവും. അങ്ങനത്തെ ഒരു സാഹചര്യം. അപ്പോൾ അതെന്തുകൊണ്ടുണ്ടായി എന്നൊക്കെയുള്ള കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചു. അതിൻ്റെ ഇതായിട്ടാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടത്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് കുറച്ച് മിസ്ഇൻ്റർപ്രറ്റ് ആയി. കാരണം ഞാനൊരാളെ പേര് റിവീൽ ചെയ്യാതെ ഞാൻ അങ്ങനെ ഒരു കാര്യം ഷെയർ ചെയ്തപ്പോഴത്തേക്കും ഫസ്റ്റ് ഓഫ് ഓൾ അത് കുറച്ച് മിസ്ലീഡിങ് ആയി. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് ആദ്യം മുതലേ തുടങ്ങാം. അതായത് ഒരു 6-7 months ബാക്ക് എൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പാൻഷൻസിനും ഒക്കെയും വേണ്ടിയിട്ട് അതുപോലെ കുറച്ച് സീഡ് ഫണ്ടിങ്ങിൻ്റെയും ഒക്കെയും കാര്യങ്ങൾക്ക് ഒരു പേ ബാക്ക് എന്നൊക്കെ ഞാൻ നോക്കിയിരിക്കുന്നൊരു സമയത്ത് എനിക്കൊരു ഒരാൾ പോപ്ഡ് ഔട്ട് ഓഫ് നോവെയർ. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വേറൊരു കാര്യത്തിനൊരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ അതിൻ്റെ താഴെ വന്ന മെസ്സേജസ് നമ്മളങ്ങനെ അത്ര അപ്രോച്ചബിൾ അല്ലാത്ത ഒരാളല്ല. അപ്പോൾ അങ്ങനെ ഒരു കോൺവെർസേഷൻ വന്നു. ആ ആൾക്ക് ഈ പറഞ്ഞ പോലെ ബിസിനസ് യൂണിറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ടൈലർ മെയ്ഡ് നിങ്ങൾക്ക് വേണ്ട പോലത്തെ കസ്റ്റമൈഡ് ആയിട്ടുള്ള ലോൺ പരിപാടികൾ ചെയ്തു കൊടുക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. നമ്മളുടെ ആ ഒരു സമയത്ത് ഒരു ആവശ്യകത കാരണവും എൻ്റെ ബിസിനസ്സിനോടുള്ള എൻ്റെ ഓവർ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കാരണമായിരിക്കാം അയാൾ പറഞ്ഞതിലേക്ക് ഞാൻ ഭയങ്കര കൺവിൻസ്. ലോണ് വേണോ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ചിന്തിക്കുക. അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ചതി ഉണ്ടാവും എന്നുള്ളത്. സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കടം വാങ്ങാണ് ഇതിൽ നല്ലത്. ഈ ലോൺ എടുത്തു കഴിഞ്ഞാലേ നല്ല 8ന്റെ പണിയെ കിട്ടുക. കേക്കാം. അതായത് ഒരു വലിയ എമൗണ്ട് പ്രോമിസ് ചെയ്തു. അപ്പം അതിൻ്റെ ഇനിഷ്യൽ CAയുടെ ചാർജസ്, അയാളുടെ പ്രോസസ്സിങ് ഫീ, അങ്ങനത്തെയൊക്കെ കുറച്ച് കാര്യത്തിന് കുറച്ച് ഫണ്ട് റേസ് ചെയ്യണം. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ആഫ്റ്റർ ഓൾ ഒരു റാൻഡം ആയിട്ട് വരുന്ന ഒരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. നമുക്ക് നേരിട്ട് പരിചയമില്ലാത്ത ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതുകൊണ്ട് അയാൾ ചോദിച്ച് അത്രയും എമൗണ്ട് കൊടുത്തില്ലെങ്കിലും കുറച്ച് couple of lakhs I happen to pay that guy. ആൻഡ് ഇതിൻ്റെ ഒരു ഈ എമൗണ്ട് നമുക്ക് ഡിസ്പേഴ്സ് ആവുമെന്ന് പറഞ്ഞ ആ ദിവസം ഈ ആള് ഡിസപ്പിയർ ആവുകയാണ്. ദിസ് ഈസ് ഹാപ്പനിങ് ഡ്യൂറിങ് ലാസ്റ്റ് ഡിസംബറിൻ്റെ അവസാനവും തുടക്കവും ആ ഒരു സമയത്താണ് നടക്കുന്നത്. അപ്പോൾ എൻ്റെ ആ ഒരു സീനിൻ്റെ പാരലായിട്ട് എനിക്കുണ്ടായെന്ന് വെച്ചാൽ നമ്മൾ ഒബ്വിയസ്ലി ഇങ്ങനത്തെ ഒരു ഹ്യൂജ് ഫണ്ട് എക്സ്പെക്ട് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് വേറെ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്സ് എടുക്കാനുള്ളൊരു കോൺഫിഡൻസ് വരും നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ. എന്താ ഞാൻ പറയേണ്ടത്, എന്താണ് ആരൊന്നും പഠിക്കാത്തത് എന്നുള്ളതാണ്. പ്രോസസ്സിംഗ് ഫീയുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ആദ്യം കുറച്ച് പൈസ കൊടുത്താൽ ഇങ്ങോട്ട് കോടികൾ കിട്ടും, അല്ലെങ്കിൽ ലക്ഷങ്ങൾ കിട്ടുന്നതാണ് ഇവർ വിചാരിച്ചത്. എന്ത് പറയാനാ, 8ന്റെ പണി കിട്ടി. പ്രോസസ്സിംഗ് ഫീയുടെ പേര് പറഞ്ഞ് ലോഡ് പൈസ പോയി. ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണെങ്കിൽ പച്ചവെള്ളം കണ്ടാ പേടിക്കും. ഇവർ ആദ്യമായിട്ടും ചിലപ്പോൾ ഇങ്ങനെ പെട്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ടല്ലേ. കമന്റ് ബോക്സിൽ കിടക്കുന്നുണ്ട് കുറെ കാര്യങ്ങൾ. അതിനൊക്കെ ചുറ്റിപ്പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും പേ ബാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രോമിസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം വരും. അപ്പം അങ്ങനെ ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കുറച്ച് കമ്മിറ്റ്മെന്റ്സ് എടുത്തു. പക്ഷേ ഇയാൾ വൺ ഫൈൻ ഡേ ഡിസപ്പിയർ ആവുന്നതോടുകൂടെ ഞാനും എൻ്റെ കമ്മിറ്റ്മെന്റ്സ് മാത്രം ബാക്കിയായി. ആൻഡ് ദെൻ ഞാൻ ഓരോ ദിവസവും മുമ്പെന്ന് പറഞ്ഞാൽ ഇത് പിച്ച് ചെയ്യുന്ന സമയത്ത് ഇയാൾ എല്ലാ അരമണിക്കൂറും ഇങ്ങോട്ട് മെസ്സേജ് ചെയ്ത് വർക്കിൻ്റെ ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ്സ്, ഇതിങ്ങനെയാകുന്നു, ഈ പേപ്പർ വർക്ക് ഇങ്ങനെയായി, അതെവിടെ എത്തി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അപ്ഡേറ്റ്സ് വരുമായിരുന്നു. പിന്നെ ഇത് നടക്കുന്നില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് എത്തിയപ്പോൾ പിന്നെ നമ്പറിൽ വിളിച്ചാൽ എടുക്കുന്നില്ല, നമ്പർ ഓഫ് ആവുന്നു, അങ്ങനെ ഭയങ്കര സീൻ. അങ്ങനെ ഒരു മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്ക് ഏകദേശം എനിക്ക് മനസ്സിലായി പണി കിട്ടിയതാണെന്ന്. അപ്പോൾ എനിക്ക് ഇത് പറയുമ്പോൾ എനിക്ക് വിഷമം വരും. കാരണം നമ്മുടെ സ്വപ്നത്തെ വെച്ചിട്ടാണ് ആൾ കളിച്ചത്. അപ്പൊ അതും ഞങ്ങൾക്കിത് കാണുമ്പോൾ ചിരി വരുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ കേട്ടാൽ മനസ്സിലാക്കിക്കൂടെ. ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നു, വേണോ എന്ന് പറഞ്ഞിട്ട് അതിൽ പോയി വീണിട്ട് ഇത് നിങ്ങളെ പൈസ പോയി, നിങ്ങൾ ഒരു സാഹചര്യത്തിൽ പോയതാകാം. പക്ഷെ ഇതെനിക്ക് കാണുമ്പോൾ സങ്കടത്തേക്ക് കൂടുതൽ സങ്കടേ വന്നിട്ടില്ല, ചിരിയാ വന്നിട്ടുള്ളത്. ഇത്രക്ക് വിദ്യാഭ്യാസവും ഇത്രക്കൊക്കെ ലോകവിവരം ഉണ്ടായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങൾ പോയി പെടുന്നുണ്ടല്ലോ മലയാളികൾ.
നമുക്ക് പരിചയമൊന്നുമില്ല എന്ന് വെച്ചാൽ യാതൊരു പരിചയമില്ലാത്ത ആളെന്നുള്ള രീതിയിലല്ല. നമ്മൾ ബിസിനസ് പ്രപ്പോസൽസ് ആണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു പിച്ച് ഏതെങ്കിലും എവിടെന്നെങ്കിലും ഒക്കെ ഒരാൾ വന്ന് പിച്ച് ചെയ്യുന്നു, നമുക്കത് കൺവിൻസിങ് ആണെങ്കിൽ നമ്മളത് മുമ്പോട്ട് എടുക്കും എന്നൊക്കെയുള്ള രീതിയിലാണല്ലോ അതൊക്കെ പോകും. നമുക്ക് എല്ലാം പരിചയമുള്ള ആൾക്കാരുടെ അടുത്ത് കൂടെ മാത്രമല്ല നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുള്ളൂ. അപ്പം ഓക്കെ, ഞാനതൊരു മിഡ് ഓഫ് ജാൻ ആകുമ്പോഴത്തേക്കും മനസ്സിലാക്കി. പക്ഷെ ഇതിനകത്ത് എനിക്ക് പറ്റിയ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഞാൻ എടുത്ത കമ്മിറ്റ്മെന്റ്സ് ഒക്കെ എൻ്റെ ബ്രേക്കായി. എനിക്ക് എല്ലാവരോടും ഒന്നും അങ്ങനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാനുമുള്ള എനിക്ക് അതിനുള്ളൊരു മെന്റൽ സ്ട്രെങ്ത് കിട്ടിയില്ല ആ സമയത്ത്. പക്ഷെ പാരലലായിട്ട് വിത്ത് ഗോഡ്സ് ഗ്രേസ് സിൻസ് മൈ ബിസിനസ് നല്ല രീതിക്ക് പോകുന്നത് കൊണ്ട് എവിടെയോ ഫുള്ളി ഞാൻ ബ്രേക്ക് ഡൗൺ ആയില്ല. ഇപ്പോഴാണെങ്കിലും ഒരു 5 മാസം കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്കിതിനെപ്പറ്റി സംസാരിക്കാനുള്ള സ്ട്രെങ്ത് ഈ പറഞ്ഞ പോലെ പാരലലി എൻ്റെ 5 മാസം? യു മീൻ 5 months? 5 മാസത്തിന് ശേഷമാണ് ഈ ഒരു കാര്യം പറയുന്നത്? ഇതൊക്കെ സംഭവിച്ച ഉടനെ തന്നെ പ്രതികരിക്കുക, ആരാണ് ചെയ്തെന്ന് വ്യക്തമായിട്ട് പറയുക. നല്ല ജനങ്ങൾക്ക് ഇനിയിപ്പോ എത്ര ആളുകൾ പരിചയമുണ്ടാവുക? ഇതാണ് ആളുകളുടെ കുഴപ്പം. നമ്മൾ പെട്ടെങ്കിൽ മറ്റുള്ള ആളുകൾ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഡീറ്റെയിൽസ് പുറത്തു വിടണ്ടേ. വർക്ക് വാസ് ഡൂയിങ് ഗുഡ്. അപ്പോൾ അതങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ ഒരു ഹോൾ ഇൻസിഡന്റ് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യാൻ ഉണ്ടായ മെയിൻ റീസൺ എന്ന് വെച്ചാൽ എന്നെപ്പോലെ സ്വപ്നം കാണുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ബിസിനസ് പരമായിട്ട് വാട്ടെവർ പ്രൊഫഷൻ റിലേറ്റഡ്. അപ്പോൾ ഫിനാൻഷ്യൽ സീൻസൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ പൊട്ടത്തരങ്ങളിൽ പോയി വീടരുത് എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പ്രൈമറി ഇത്. അതിനകത്ത് ഞാൻ എന്നിട്ട് ന്യൂസ് ചാനൽസിലൊക്കെ വന്നിരിക്കുന്ന ചെറിയ ഹെഡ്ലൈൻസ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ തന്നെ ഇതായിപ്പോയി. എനിക്കിങ്ങനെ വലിയ പ്രേമനൈരാശ്യം അങ്ങനത്തെ സീൻസിലൊക്കെ ഞാനൊരാളെ വിശ്വസിച്ച് അയാൾ എന്നെ ചതിച്ചു എന്നുള്ളൊരു ആംഗിളൊക്കെ തോന്നുന്ന ഒരു രീതിയിലാണത് വന്നത്. പക്ഷെ അങ്ങനെയല്ല. അത് ഞാനത് കണ്ടപ്പോൾ അത് വിചാരിച്ചത് എന്തോ സംതിങ് ആരോ തേച്ചിട്ട് പോയി എന്നുള്ള സാധനം. പക്ഷെ അതല്ല, സാമ്പത്തികമായിട്ടുള്ള പറ്റിക്കൽ നടന്നത്. പക്ഷെ താങ്കൾ ഒരു മണ്ടത്തരം ചെയ്യുന്നു. 5 മാസം കാത്തിരുന്നു. അതിനിടയിൽ എത്ര ആളുകൾ ഭരിച്ചിട്ടുണ്ടാവും? അല്ല, പിന്നെ ഓൺലൈൻ മീഡിയ ആണ്. നമ്മളവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും എങ്ങനെ വേണമെങ്കിലും അത് ഇന്റർപ്രറ്റ് ചെയ്യാം. അത് കുഴപ്പമില്ല, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം. പക്ഷെ എൻ്റെ ക്ലോസസ്റ്റ് സർക്കിളായിട്ടുള്ള ഒരുപാട് പേര്, ഇതിപ്പം എൻ്റെ അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ പോലും ആരാണ് അയാൾ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കുറേ മെസ്സേജസും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് ഐ തോട്ട് ഐ ഷുഡ് ക്ലിയർ ഇറ്റ്. നല്ല രീതിക്ക് അത് ഒന്ന് ക്ലാരിറ്റി തന്നെ പറയണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിപ്പം ഇത് പറയണം. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ മെയിൻലി ഇങ്ങനത്തെ ട്രാപ്പിലൊന്നും ആരും പോയി പെടാതിരിക്കാനും, രണ്ടാമത് എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റാത്തതും ഒക്കെയും രീതിയിൽ ഞാൻ ഐ ഹവ് ലെറ്റ് ഡൗൺ എ കപ്പിൾ ഓഫ് പീപ്പിൾ. അപ്പോൾ എനിക്ക് അവരെ എല്ലാവരും വിളിച്ച് സംസാരിക്കാനെന്നുള്ളൊരു സ്ട്രെങ്ത് ഇല്ല. ഞാൻ ഈ ഒരു സമയത്ത് ഞാൻ ഫോൺസ് എടുക്കാണ്ടായി, എൻ്റെ കോൾസ് ഫോർവേഡിലിട്ടു, എൻ്റെ സിം തന്നെ യൂസ് ചെയ്യാണ്ടായി. ഞാൻ കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ചെയ്തായിരുന്നു. എൻ്റെ പേരൻസ് എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഫാമിലിക്ക് പോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എന്താണ് പ്രശ്നം എന്നുള്ളത്. അപ്പം ഫൈനലി ഐ ഫെൽറ്റ് ലൈക്ക് ഓക്കെ, ദിസ് ഇസ് ദ ടൈം ടു ലെറ്റ് ഇറ്റ് ഔട്ട്. ബിക്കോസ് ഈ റീസെൻ്റായിട്ട് ഈ ഇഷ്യൂ ഒക്കെ നടന്നു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ഞാൻ ഈ പറയുന്ന ആൾക്കൊന്ന് മെസ്സേജ് ചെയ്തായിരുന്നു. അതായത് ഞാൻ ഇച്ചിരി വീക്കായിരിക്കുകയാണ്, പ്രശ്നങ്ങൾ കുറച്ച് സോർട്ട് ചെയ്യാനുണ്ട്, അതൊന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഐ കം ബാക്ക് ടു യു, അതുവരെ ഒന്ന് യു ക്യാൻ ഹോൾഡ്, ഡോ വറി. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇട്ടപ്പോഴത്തേക്കും പിന്നെ ഇയാൾ പറഞ്ഞു 2-3 ദിവസം ഞാൻ കുറച്ച് എനിക്കറിയാം ഞാൻ ഒരു വലിയ പ്രശ്നത്തിൽ നിങ്ങൾക്ക് ഇതായി എന്നൊക്കെ ഉള്ളത് എനിക്ക് മനസ്സിലായി, പക്ഷെ ഐ ഫിക്സ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 2-3 ഡേയ്സിന് പിന്നെയും ഒരു കമ്മിറ്റ്മെന്റ് ആയിരുന്നു. ആ കമ്മിറ്റ്മെന്റ് പിന്നെയും ബ്രേക്ക് ആയപ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ട് മെസ്സേജ് ചെയ്തു, സി ദിസ് ഇസ് ഇറ്റ്, നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിൽ പിന്നെയും നമ്മൾ സ്റ്റുപ്പിഡായിട്ട് വിശ്വസിച്ചു പോയത് നമ്മുടെ തെറ്റ് എന്നൊക്കെയുള്ള രീതി ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് അയാൾ എന്നെ ചാടിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, സി ഇത് പ്ലീസ് വെയിറ്റ്, എനിക്കിത് കുറച്ച് പേരോട് ഇത് ഷെയർ ചെയ്യണം, കാരണം എന്നെപ്പോലെ ആരും പറ്റിക്കപ്പെടാൻ പാടില്ല എന്നുള്ള എനിക്കിതിനുള്ള സ്ട്രെങ്ത് ഉണ്ടായി. എൻ്റെ പൊന്നു സിസ്റ്ററെ, നിങ്ങൾ അയാളുടെ ഫോട്ടോയോ പേരോ ഇതുവരെ പറഞ്ഞിട്ടില്ല. 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾ ബാക്കി മുഴുവൻ ഒന്ന് കേൾക്കേ, എന്നിട്ട് നിങ്ങൾ പറ. ആളുകളെ ഇനിയും അയാൾ കുഴിയിൽ വീഴ്ത്തരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് പടരും. പെട്ടെന്നൊന്നുമല്ല, പറഞ്ഞ പോലെ 5 മാസം എടുത്തിട്ടാണെങ്കിൽ എനിക്ക് സംസാരിക്കാനുള്ള സ്ട്രെങ്ത് ഉണ്ട്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണം എന്നില്ല. അപ്പം ഞാനത് അങ്ങനെ ആളെ പിന്നെയും പറ്റിക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്
ഷെയർ ചെയ്യും എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ആണ് ഞാൻ ഈ ഒരു കാര്യം ആൾക്കാരിലേക്ക് എത്തിച്ചത്. ഇതിനകത്ത് ഈ ആളുടെ പേര് ഞാൻ ഷെയർ ചെയ്യാത്തതിന് 2 റീസൺസ് ആണുള്ളത്. ഒന്ന്, ആ കറക്റ്റ് പേരിലുള്ള ആളാണെന്ന് പോലും എനിക്കറിയില്ല. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള പേരും എനിക്കറിയുന്ന ഓൺലൈനിലുള്ള എന്താ പറയുക ഐഡന്റിറ്റി മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്, ഫസ്റ്റ് തിങ്. പിന്നെ ഈ രണ്ടാമത് മെസ്സേജ് ചെയ്ത് പിന്നെയും നമ്മളെ പറ്റിക്കാൻ നോക്കുന്നൊരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും തന്നെ അയാളുടെ ഇൻസ്റ്റഗ്രാമൊക്കെ ഡിലീറ്റ് ചെയ്തായിരുന്നു. ആൻഡ് another thing, ഞാൻ ഇതിന് ലീഗലി ലൈക്ക് ഐ എം ഗോണ മൂവ് അഹെഡ് വിത്ത് ദിസ്. ഇത് സൈബർ സെല്ലിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പൊക്കാൻ കഴിയും. ഇനിയിപ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും പൊക്കാൻ കഴിയും. അത് അത്രേ ഉള്ളൂ. നിയമപരമായിട്ട് മുന്നോട്ട് പോകും, അല്ലാതെ ഒരു കാര്യമില്ല. ആള് പുതിയ ID വീണ്ടും തുടങ്ങിയിട്ടുണ്ടാവും പറ്റിക്കല് ലീഗലി. അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഡിഫമേഷൻ പോലത്തെ രീതിയിൽ അയാൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പേര് റിവീൽ ചെയ്യുന്നത്. പക്ഷെ പ്രൈമറിലി കറക്റ്റ് പേരാണെന്ന് പോലും എനിക്കറിയില്ല. അപ്പം അത് ഞാൻ സം ഡേ ഡൗൺ ദ ലൈൻ ഐ വിൽ ഷെയർ വിത്ത് യു ആൾ. പക്ഷെ എനിക്ക് ഷെയർ ചെയ്യാനുള്ള ഇപ്പം പ്രൈമറിലി ഇത് പറയാനുള്ള ഏറ്റവും വലിയ റീസൺ, എന്നെ ആരും പ്രേമിച്ച് ചതിക്കുകയോ അങ്ങനത്തെ സീൻസ് ഒന്നുമല്ല. ഞാനൊരു 7 മാസം മുമ്പ് എൻ്റെ സ്വപ്നങ്ങളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രെഡേറ്ററായിട്ട് കണ്ടുമുട്ടി. ആ ആള് പ്യോർലി പ്രൊഫഷണൽ ലെവലിൽ എന്നെ ചീറ്റ് ചെയ്തതിനെ പറ്റിയാണ് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാതെ ഇത് വേറൊരു ആംഗിളിലേക്കും ആരും മിസ്ലീഡ് ചെയ്ത് പോവണ്ട. ഓക്കെ, അപ്പൊ അതാണ് വിഷയം. അത് കഴിഞ്ഞിട്ട് അവർ വീണ്ടും മറ്റൊരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട്. അത് ഇന്നലെ ഇട്ടതാണ്. നമുക്ക് അതും കൂടി ഒന്ന് കാണാം. ഹായ്, ഗുഡ് മോർണിംഗ്. ഇതൊരു സാഗയായിട്ട് ഇങ്ങനെ വൺ ആഫ്റ്റർ ദി അതർ എനിക്ക് ഇട്ടുകൊണ്ടിരിക്കാൻ ആഗ്രഹമില്ല. പക്ഷെ ഒരു കാര്യം കൂടെ ഒന്ന് വ്യക്തമാക്കണം എന്ന് എനിക്ക് തോന്നി. ബിക്കോസ് ഈ ന്യൂസുകൾ വരുന്നത്, റൈറ്റപ്സ് വരുന്നതും ഞാൻ പറയുന്നതും തമ്മിൽ കുറച്ചധികം വ്യത്യാസങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്നലെ ആ ഒരു ലോങ് വീഡിയോ ചെയ്തപ്പം എനിക്ക് കുറെ കാലത്തിന് ശേഷം ഒരു ക്യാമറയിൽ നോക്കിയിട്ട് ഇങ്ങനെ ഒരു 10-15 മിനിറ്റോളം സംസാരിച്ചതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു. ഓൾദോ ഐ എം എ പേഴ്സൺ ഹൂ സ്പീക്സ്, കുറെ എനിക്ക് എവിടെ പോയിരുന്നാലും കുറെ സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിലും ചില കാര്യങ്ങൾ നമ്മുടെ പേഴ്സണലി ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുമ്പോഴത്തേനും നമുക്കൊരു പെട്ടെന്നൊരു ബ്ലാക്ക് ഔട്ടൊക്കെ ആവാം. ബ്ലാക്ക് ഔട്ടിലേക്കൊന്നും പോയില്ലെങ്കിലും അങ്ങനെ കുറച്ച് മിസ്സിങ് എലമെന്റ്സ് അതിനകത്ത് വരും. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത് വെറുതെ ഓൺലൈനിൽ ഒരു ലോൺ തട്ടിപ്പ് ആ ലെവലായിരുന്നില്ലേ കാര്യങ്ങൾ. ഈ ആള് ഫസ്റ്റ് കുറേ വട്ടം കോൾസിലൂടെയും ഫസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ ത്രൂ ആണ് ഇങ്ങനത്തെ ഒരു പ്രപ്പോസൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ബിസിനസ് പ്രപ്പോസൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് അതൊരു ഇൻവെസ്റ്ററായിട്ട് വന്നിട്ട് പിന്നെ അയാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. അങ്ങനത്തെ ഒരു സീനായിരുന്നില്ല. അതായത് നമ്മുടെ കമ്പനിയുടെയും നമ്മുടെ ബിസിനസ് ഡീറ്റെയിൽസ് ഒക്കെ വെരിഫൈ ചെയ്ത് നമ്മൾ ഇതിന് അർഹരാണ് എന്നവര് മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് കോൺകോൾസ് ആൻഡ് സ്ക്രൂട്ടിനി എല്ലാം കഴിഞ്ഞിട്ടാണ് അവര്, അങ്ങനെയായിരുന്നു എൻ്റെ ഒരു മോഡസ് ഓപ്പറാൻഡി. അത് കഴിഞ്ഞ് ഓക്കെ ഇങ്ങനെ തന്നെയാണ് ഇവര് അപ്രോച്ച് ചെയ്യാറ്. അല്ലാതെ ഇത് ആ ഒരു പരിപാടി അല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവരവരുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട്, ചില സിനിമയിലൊക്കെ ജഗതിയുടെ ഒക്കെ ഓരോരോ ക്യാരക്ടേഴ്സില്ല, അതുകൊണ്ട് അവര് ബുദ്ധിച്ചുകൊണ്ട് ഈ പണികളിലേക്ക് ഇറങ്ങുന്നുള്ളതാണ്. ചെറിയ തൊണ്ടായിട്ട് സോറി. കോൾസിലും കോൺകോൾസിലൊക്കെ ഇത് നമ്മൾക്ക് പേ ബാക്ക് ഒക്കെ ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഫിസിക്കൽ വിസിറ്റ് അടക്കം ചെയ്ത്, നമ്മളറിയാത്ത സർപ്രൈസ് വിസിറ്റ്സ് അടക്കം നമ്മുടെ ഫേംസിലൊക്കെ ചെയ്ത്, അങ്ങനത്തെ ഒക്കെ ഒരു പരിപാടിയിൽ ത്രൂ ആണ് ഇതൊരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നത് തന്നെ, മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ സമയത്ത് നമ്മൾ ആ ഒരു ഫ്ലോയിൽ വൺ ആഫ്റ്റർ ദി അതർ ഇങ്ങനത്തെ ഓരോരോ പ്രോസസ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇതൊരു തട്ടിപ്പിലേക്ക് ചിന്തിക്കാൻ പറ്റിയില്ല. അത്ര കൺവിൻസിങ് ആയിരുന്നു. അല്ലാതെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഓൺലൈനിൽ ഇപ്പോൾ എത്ര രൂപ GP ചെയ്ത് തരൂ അങ്ങനത്തെ ഒരു ഒറ്റക്കോളും കാര്യങ്ങളൊന്നും ആയിരുന്നല്ലോ. അല്ലെങ്കിലും ബുദ്ധിയും ഇതിന് കുരുട്ടുബുദ്ധിയുള്ള ആളുകളൊക്കെ അത് ആ രീതിയിൽ തന്നെയാണ് എടുക്കുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രാക്ടീസും ചെയ്തിട്ടാവും ആളുകൾ അപ്രോച്ച് ചെയ്യുക. അത് ആദ്യം താങ്കൾ മനസ്സിലാക്കുക. അപ്പൊ ഈ ലോൺ ആപ്പ് വഴിയുള്ള മറ്റേ GPay പരിപാടിയൊക്കെ നമ്മൾ നിസാരവൽക്കരിക്കുന്നില്ല. ഇതായാലും ടോപ്പാന്നുള്ളത് ഒക്കെ സെയിം ആണ്. അവർ അപ്രോച്ച് ചെയ്യുന്ന രീതിക്ക് അനുസരിച്ചിരിക്കും കാര്യങ്ങൾ. കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പൈസ പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, ഒരു കാര്യമില്ലാതെ വെറുതെ പോകുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്തതല്ലാതെ എനിക്ക് ആരുടെയും സിമ്പത്തിയോ എനിക്ക് അങ്ങനത്തെ അതിന് വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ല. ഐ വോണ്ടഡ് ടു മേക്ക് ഷുവർ. പിന്നെ പേര് പറയാതെ ചെയ്യുന്നതിനൊക്കെ അതിന് കുറച്ച് ലീഗൽ വശങ്ങളുണ്ട്. ആസ് ഐ സെഡ് ഏർലിയർ,
ഞാൻ വെറുതെ ആദ്യമേ വന്ന പേരൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ഒരു കേസിന്റെ കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അവർക്കത് ബെനിഫിഷ്യൽ ആവാത്ത ലെവലിലാണല്ലോ ഞാൻ അത് ഹാൻഡിൽ ചെയ്യേണ്ടത്. നമ്മളെ ചെയ്യുന്നതിന് എന്തെങ്കിലും ഓക്കെ, നമ്മളിനി ഇതിനെ കൂടുതലായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. ഇവര് പറ്റിക്കപ്പെട്ടു, പക്ഷെ സാധാരണ രീതിയിലുള്ള പറ്റിക്കലല്ല, അവര് ഹെവി ആയിട്ടാണ് പറ്റിച്ചത് എന്ന് ഇവര് പറഞ്ഞു തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പറ്റിക്കപ്പെട്ടു. ആളുടെ പേരും ഡീറ്റെയിൽസും പുറത്തു വിടാൻ കേസ് കൊടുക്കുന്നതുകൊണ്ട് കഴിയില്ല എന്ന് പറയുന്നു. ആരെങ്കിലും പൈസ വേണോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് മുട്ടുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ആദ്യം കാര്യം മനസ്സിലാക്കുക, ഇതിന്റെ പിന്നിൽ നല്ല ഒരു കിടിലൻ പറ്റിപ്പ് ഉണ്ട് എന്നുള്ളത്. പേഴ്സണൽ ലോണുകൾ കിട്ടാനുണ്ട്, മറ്റുള്ള കാര്യങ്ങൾ കിട്ടാനുണ്ട്, ക്രെഡിറ്റ് കാർഡ് കിട്ടാനുണ്ട്, അത്തരം കാര്യങ്ങളിലേക്ക് പോവുക. അത്രക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലായിരിക്കും ഈ ഒരു കാര്യം പറഞ്ഞ പോലെ. പിന്നെ ലോൺ ആപ്പുകളിൽ നിന്ന് ലോൺ എടുത്ത ആളുകളിൽ പകുതി മുക്കാൽ ആളുകൾ ഇപ്പോൾ NOC കിട്ടാതെ ഇപ്പോഴും അടച്ചുകൊണ്ടിരിക്കുന്നു. പല ആളുകളും ജീവൻ ഒടുക്കിയിട്ടുണ്ട്. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധമുള്ള ആളുകൾ തന്നെയാണ് ഇത്തരം കുഴിയിൽ പോയിട്ട് ചാടുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ആരും മെസ്സേജ് വഴിയോ നേരിട്ടിട്ടോ ലോണ് വേണോ എന്ന് പറഞ്ഞ് സമീപിച്ചു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് നിങ്ങൾ ആ കുഴിയിൽ പോയി വീഴാതിരിക്കുക. നിങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവും. അവർക്ക് നിങ്ങളെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താകും അവസ്ഥ? ജീവിക്കാൻ സമ്പത്ത് വേണം, പണം വേണം, പക്ഷെ നമ്മൾ ദൂർത്തായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആവശ്യം വരിക. പിന്നെ കടങ്ങളില്ലാത്ത ആളുകളൊന്നുമില്ല, അത് സത്യമാണ്. എന്നാലും ശ്രദ്ധിക്കുക, എന്നാലും പരിശോധിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ UDFന്റെ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു, അത്ര 5 ലക്ഷം രൂപ വരെയാണെന്ന് തോന്നുന്നു, പലിശരഹിത ലോണുകളൊക്കെ. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുക. പിന്നെ നിങ്ങൾ ബിസിനസ് സംരംഭങ്ങളാണ് നോക്കുന്നതെങ്കിൽ പ്രൈം മിനിസ്റ്റർ യോജന പദ്ധതികൾ ഒരുപാടുണ്ട്, അതിനെക്കുറിച്ച് അന്വേഷിക്കുക. അതിലൊക്കെ ആകുമ്പോൾ അത്ര പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. നേരെ തിരിച്ച് നിങ്ങൾ പ്രൈവറ്റ് കമ്പനികളിൽ നിന്നും സാമ്പത്തികമായിട്ട് ഇങ്ങനെയുള്ള നേട്ടങ്ങൾ നേടാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല കോട്ടങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ്. ഇപ്പൊ അമൃത സുരേഷിന്റെ അനുജത്തി പെട്ട ഒരു കഥയാണ് നിങ്ങൾ കേട്ടത്. ഇത്ര വിദ്യാഭ്യാസം, ഇത്ര ലോകവിവരം ഉണ്ടായിട്ടും അവർ പെട്ടു. അപ്പോൾ നമ്മളെ പോലെയുള്ള സാധാരണക്കാർ പെടാൻ സാധ്യതയുണ്ട്. പണമാണ്, കണ്ണും അടച്ച് വിശ്വസിച്ചതിൽ ചാടി വീഴാതിരിക്കുക, അത്രേ പറയുന്നുള്ളൂ. വീണ്ടും വരാൻ കേട്ടപ്പോ.